നിങ്ങൾ ഭരിക്കുന്നവരാണ്, ഭരിക്കുന്നവർ ആദരിക്കപ്പെടും, പ്രതിപക്ഷത്തുള്ളവർ അപമാനിക്കപ്പെടും എന്നതാണോ ശൈലി? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അങ്ങ് മറ്റേ വിഷ്ണു എന്ന പോലീസുകാരന്റെ വേദനയിലേക്ക് വരാമെന്ന് തോന്നുന്നു. ഇവരുടെ സംസ്ഥാന സെക്രട്ടറി പത്രസമ്മേളനം വിളിച്ചു പറഞ്ഞിരുന്നു 8 സ്റ്റിച്ച് ഉണ്ട് തലക്ക് എന്ന്. ആർക്ക്? ഷാഫിക്ക്. പത്രസമ്മേളനത്തിന്റെ ലിങ്ക് വേണേ ഞാൻ തരാം. അതവിടെ ഒന്ന്. പിന്നെ ഇപ്പോ ഇവർ ഒഴിവാക്കിയ യൂത്ത് കോൺഗ്രസ് അവഗണിച്ച അബിൻ വർക്കി, അതേ മാത്രല്ല ലീഗിന്റെ ഒക്കെ ഒരുപാട് നേതാക്കന്മാർ, അവര് ഒരു ചാനൽ ചർച്ചയിൽ വന്ന് അബിൻ വർക്കി ഉൾപ്പെടെ അദ്ദേഹത്തിന്റെ വോയിസ് ക്ലിപ്പും ആ വീഡിയോയും എന്റെ കയ്യിലുണ്ട്. ഒച്ചാട്ട് വിഷ്ണു എന്ന് പറയുന്ന ഒരു പോലീസുകാരനാണ് ആരെ മർദ്ദിച്ചത്? MP-യെ മർദ്ദിച്ചത്. അവരെ ഞങ്ങൾ വിടില്ല. വലിയ രീതിയിൽ ആ പോലീസുകാരനെതിരെ ആക്ഷേപം ഉയർത്തിക്കൊണ്ടുവന്നു. ആ പോലീസുകാരന്റെ കുടുംബത്തെ കേട്ടാലറക്കുന്ന ഭാഷയിൽ തെറി വിളിച്ചു. സോഷ്യൽ മീഡിയയിലൂടെയും മറ്റുമൊക്കെ അദ്ദേഹത്തെയും കുടുംബത്തെയും പേരെടുത്തും, അതുപോലെ തന്നെ TP രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഞങ്ങളുടെ പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗവും ആ പ്രദേശത്തെ ജനപ്രതിനിധിയും മുൻ മന്ത്രിയുമായ, ഏത് സാഹചര്യത്തിലും പേരാമ്പ്രയുടെ സമാധാനത്തിന് മുന്നിൽ നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട രാമകൃഷ്ണേട്ടന്റെ പേര് വെച്ച് എത്ര വൃത്തികെട്ട രീതിയിലാണ് ഈ തെമ്മാടി കൂട്ടം പ്രചരണം നടത്തിയത്. ഇവൻ നമ്മളെ കുഴപ്പിക്കാനുള്ള പരിപാടി, ഇവനിതിൽ എന്തോ കൈയുണ്ട്. എന്നിട്ട് നമ്മളിവിടെ ഷാഫിക്ക് അടി കൊണ്ടോ ഇല്ലേ എന്നുള്ളത് മറ്റൊരു ഭാഗം. എന്തിനാണ് അടി വാങ്ങാൻ, സംഘർഷമുണ്ടാക്കാൻ, അവിടെ ഈ വലിയ കുഴപ്പങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന ജനപ്രതിനിധി അവിടെ എത്തിയത്? അവിടെ ഈ പ്രകടനവും പ്രതിഷേധവും വന്നിട്ട് മണിക്കൂറുകൾ ഇദ്ദേഹത്തിന് വേണ്ടി കാത്തിരിക്കുകയായിരുന്നില്ലേ? ഒരു ഷോ ഓഫിന് വേണ്ടി, വലിയൊരു പ്രചരണ പ്രവർത്തനത്തിന്, വലിയൊരു പ്രകടന പരത നടത്താൻ വേണ്ടി ബോധപൂർവമായി കാത്തിരിക്കുകയായിരുന്നില്ലേ? രാഷ്ട്രീയവും സാമൂഹ്യ പ്രവർത്തനമൊക്കെ നല്ലതാ, അത് നല്ല ആളുകൾ ചെയ്യുമ്പോ. ആ നാട്ടിൽ എന്തിനാണ് ഇങ്ങനെ ഒരു കലാപം ഉണ്ടാക്കിയത്? ശരി വസീഫ്, ഇത്രയും പറഞ്ഞ സ്ഥിതിക്ക് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ വസീഫ്. ഇതിപ്പോൾ പോലീസുകാരന്റെ പേര് മാറി എന്നതാണോ നിങ്ങളുടെ പുതിയ പോയിന്റ്? ഇപ്പോൾ പോലീസുകാരൻ്റെ പേര് വന്നിട്ടുണ്ട്, പോലീസുകാരൻ്റെ ദൃശ്യമുണ്ട്, അയാൾ സർവീസിലില്ലാത്ത ആളാണ് എന്നതടക്കമുള്ള വിവരങ്ങൾ വരുന്നു. പിന്നെ എങ്ങനെയാണ് അയാൾ വീണ്ടും വടകരയിൽ ഒരു ചുമതലയിലേക്ക്, കൺട്രോൾ റൂമിൻ്റെ CI എത്തുക എന്നുള്ള ചോദ്യം അവിടെ നിൽക്കുന്നു. അതിനുള്ള മറുപടി പറഞ്ഞിട്ട് മറ്റേ പോലീസുകാരൻ്റെ വേദനയിലേക്ക് പോകുന്നതല്ലേ നല്ലത് വസീഫ്? അതൊരു കാര്യം. രണ്ടാമത്തെ കാര്യം, ഇപ്പോഴും ഷാഫിയുടെ പരിക്കെത്ര, സ്റ്റിച്ച് എത്ര എന്ന് എണ്ണാനാണോ നിങ്ങൾ നിൽക്കുന്നത്? ഓപ്പറേഷൻ കഴിഞ്ഞു എന്നുള്ളത് ആശുപത്രിയിൽ നിന്ന് അടക്കമുള്ള വിവരങ്ങളായി പുറത്തു വന്നതാണ്. പോലീസിന്റെ വേഷത്തിൽ കക്കാൻ വന്ന കൊച്ചു കള്ളൻ. നിങ്ങൾ ഭരിക്കുന്നവരാണ്, ഭരിക്കുന്നവർ ആദരിക്കപ്പെടും, പ്രതിപക്ഷത്തുള്ളവർ അപമാനിക്കപ്പെടും എന്നതാണോ ശൈലി? അതൊരു ചോദ്യമല്ലേ? ആ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞ ശേഷം അങ്ങ് മറ്റേ വിഷ്ണു എന്ന പോലീസുകാരന്റെ വേദനയിലേക്ക് വരാമെന്ന് തോന്നുന്നു. എന്തോ ഞാനൊന്നും കേട്ടില്ല, പുല്ല് ചെവി അടിച്ചു പോയാ. വിഷയം മാറ്റേണ്ട, വിഷയം നമ്മൾ ചർച്ച ചെയ്യുകയും അതിനൊക്കെയുള്ള മറുപടി ഞങ്ങൾക്ക് കൊടുക്കാനുള്ള ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. നമുക്ക് എന്റെ ചോദ്യത്തിന് ദയവായി വസീഫ് മറുപടി നൽകൂ. വസീഫ് മറുപടി നൽകൂ. അഭിലാഷ് ഡേവിഡ് ആരാണ്? അഭിലാഷ് ഡേവിഡ് ആരാന്നൊക്കെ നിങ്ങൾ പോയി അന്വേഷിക്കുക. ഞങ്ങളും ഇതെന്ത് മറുപടിയാണ് വസീഫ്? CPM അല്ല, അത് ഞാനും പറഞ്ഞോട്ടെ. പിന്നെ എന്ത് മറുപടിയാ പറയണ്ടേ? നാട്ടിൽ ഇങ്ങനെ ഒരു കുഴപ്പത്തിലേക്ക് പോയത് എന്തിനാ എന്നുള്ള ചോദ്യം ഞങ്ങൾ തുടക്കം മുതൽ ചോദിക്കുന്നുണ്ടല്ലോ. ഒരു നാട്ടിൽ ഒരു രാഷ്ട്രീയ നേതാവിന് ഇന്ന ഇടം വരെ പോകാൻ പാടുകയുള്ളൂ എന്ന് CPM നിശ്ചയിക്കുമോ വസീഫ്? പേരാമ്പ്രയിൽ പ്രതിഷേധ പരിപാടി നടക്കുമ്പോൾ ഒരു കോൺഗ്രസിന്റെ MP-ക്ക് അവിടെ പോകാൻ പറ്റില്ല എന്ന് നിങ്ങൾക്ക് ശഠിക്കാനാകുമോ വസീഫ്? നിങ്ങൾക്ക് എന്താ ഈ ചർച്ച നയിക്കുമ്പോൾ ഒരു മാറ്റവും ഇല്ലാത്തത്? ഞാനും പറഞ്ഞോട്ടെ, ഈ മുസ്ലിം ലീഗ് പ്രതിനിധി പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ഒരു പ്രയാസം ഉണ്ടായിട്ടില്ല. ഞാൻ ഇതിപ്പോൾ പേരാമ്പ്രയിൽ നമ്മൾ കണ്ടത് വസീഫ് ഒരു മിനിറ്റ് പേരാമ്പ്രയിൽ കണ്ടത് CPM UDF അല്ലെങ്കിൽ CPM കോൺഗ്രസ് അടിയല്ലോ കണ്ടത്, കോൺഗ്രസ്സുകാരെ പോലീസ് തല്ലിച്ചതയ്ക്കുന്നതാണല്ലോ. അപ്പോൾ നിങ്ങളുടെ കൊട്ടേഷൻ ഏറ്റെടുത്ത് പോലീസ് ആക്രമണം നടത്തുന്നു എന്നതാണ് ആരോപണം. അങ്ങനെ ആക്രമണം നടത്തിയ പോലീസുകാരൻ തുടർച്ചയായി ഈ MP-യെ തുടർച്ചയായി ലക്ഷ്യം വെച്ച് MP-യെ മാത്രം അടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അവിടെയാണ് ഈ അഭിലാഷ് ഡേവിഡ് ആരാണെന്ന ചോദ്യം വരുന്നത്. അയാളെ നേരത്തെ സസ്പെൻഡ് ചെയ്തതാണ്. ഏതൊക്കെ കാര്യങ്ങൾക്ക് സസ്പെൻഡ് ചെയ്തതാണ്? അയാൾക്ക് മാഫിയ ബന്ധം, അതിനുശേഷം അയാൾക്കെതിരെ ലൈംഗിക പീഡന ആരോപണം. ആ സസ്പെൻഷൻ പിന്നീട് പിരിച്ചുവിടലായിരുന്നു. പിരിച്ചുവിട്ടു എന്നുള്ള വാർത്ത അന്നത്തെ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ട്. തലസ്ഥാനത്ത് 3 പോലീസുകാരെ സർവീസിൽ നിന്നും പിരിച്ചുവിട്ടു. ശ്രീകാര്യം പോലീസ് സ്റ്റേഷനിലെ മുൻ SHO അഭിലാഷ് ഡേവിഡ്, ട്രാഫിക് സ്റ്റേഷനിലെ റെജി ഡേവിഡ്, നന്ദാവനം AR ക്യാമ്പിലെ ഡ്രൈവർ ഷെറി S രാജ് എന്നിവരെയാണ് പിരിച്ചുവിട്ടത്.
അദ്ദേഹത്തിന് മർദ്ദനം ഏറ്റിട്ടില്ല, അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലത്തിന് സർജറി ഇല്ല, അദ്ദേഹത്തിൻ്റെ തലയ്ക്കടി കൊണ്ടിട്ടില്ല. ഇങ്ങനെ ആദ്യം മുതലേ പരിഹാസമായിരുന്നു CPM-ൻ്റെ ലാംഗ്വേജ്. പ്രത്യേകിച്ച് വസീഫൊക്കെ അന്നിട്ട ആ പോസ്റ്റുകളൊക്കെ സാധാരണഗതിയിൽ അടി കൊണ്ട് അവശനായ ഒരാൾക്ക്, അല്ലെങ്കിൽ ആ പോലീസ് അടിച്ചു, ഒരു MP എന്ന നിലയ്ക്ക് അദ്ദേഹത്തിൻ്റെ മൂക്കിൻ്റെ പാലം അടിച്ച് തകർത്തതിന് ശേഷം അതിനേക്കാൾ വേദനിപ്പിക്കുന്ന രീതിയിലുള്ള പരാമർശങ്ങളാണ് ഉണ്ടായത്. അതിപ്പോൾ നേരെ തിരിച്ച് സംഭവിച്ചാൽ SFIയുടെയോ DYFIയുടെയോ അല്ലെങ്കിൽ CPM-ൻ്റെ നേതാക്കളും ഇതിനു മുമ്പ് പലപ്പോഴും പോലീസിൻ്റെ തല്ലുകൊണ്ടിട്ടുണ്ട്. ആ സമയത്ത് ഈ രീതിയിൽ പ്രതികരിക്കുന്നത് എത്രത്തോളം വേദനാജനകമാണെന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട്. അതൊക്കെ ശരിയാ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് മനസ്സിലാക്കേണ്ട, ഇന്നിപ്പോൾ ഈ അഭിലാഷ് ഡേവിഡ് എന്ന് പറയുന്ന പോലീസുകാരനെ കുറിച്ച് CIയെ കുറിച്ചാണ് ഏറ്റവും കൂടുതൽ പരാമർശങ്ങൾ വന്നത്. അദ്ദേഹം ഈ മറുപടിയിൽ സ്മൃതി ചൂണ്ടിക്കാണിക്കാത്തൊരു കാര്യമുണ്ട്. അദ്ദേഹം ഈ നമ്മുടെ ഈ റിപ്പോർട്ടറിൻ്റെ ലേഖകൻ എൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയുമ്പോൾ ഞാൻ ആ സ്പോട്ടിലേ ഉണ്ടായിരുന്നില്ല, ഞാൻ ബസ് സ്റ്റാൻഡിലായിരുന്നു എനിക്ക് ഡ്യൂട്ടി എന്നാണ് പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ ആ ഒരു ഫോട്ടോ വരുന്ന ക്ലോസപ്പ് ഫോട്ടോ വരുന്നത് എവിടെയാണ്, ഏത് സ്പോട്ടിലാണ്, ബസ് സ്റ്റാൻഡിലാണോ അതോ ഈ പ്രശ്നം ഉണ്ടായ സ്ഥലത്താണോ? അത് എവിടെയാണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞാൽ തന്നെ പുള്ളി നുണയാണോ പറയുന്നത് എന്നുള്ളത് അപ്പം തന്നെ ഈ ഹെൽമെറ്റ് എന്ന് പറയുന്നു. ഇപ്പോൾ അതെ, ദൃശ്യങ്ങളിൽ അദ്ദേഹം ബസ് സ്റ്റാൻഡിലാണോ? അല്ലെന്നേ, അടിക്കുന്ന മർദ്ദനത്തിൽ അഭിലാഷ് ഡേവിഡാണ് മർദ്ദിക്കുന്നതെന്ന് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്ന ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. ശ്രീ ജോർജ് പൊടിപ്പാറ, നിങ്ങൾ ചോദിക്ക്, പിന്നെ അന്ന് ഈ പരിക്ക് പറ്റി, ഇത്രയും വലിയ പരിക്കുണ്ട് എന്ന് പറഞ്ഞ ആള് നമ്മൾ കണ്ട അദ്ദേഹത്തിന്റെ ഒരു പ്രകടനവും അന്നത്തെ ഷോ ഒക്കെ നമ്മൾ കണ്ടതാ. അപ്പൊ സ്വാഭാവികമായിട്ടും ഇതൊക്കെ ജനത്തിനും ഞങ്ങൾക്കൊക്കെ സംശയം ഉണ്ടാകും. ആ സംശയത്തിന്റെ കാരണം ഞാൻ പറഞ്ഞത് വ്യാജ ഐഡന്റിറ്റി കാർഡ് ഉൾപ്പെടെയുള്ള കാരണങ്ങൾ. ഈ കേരളത്തിൽ ഇവർ കാണിച്ചു കൂട്ടുന്ന എല്ലാ പ്രവൃത്തിയും എന്താണ് എന്ന നല്ല ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ പേരാമ്പ്രയിൽ ആ സ്വൈര്യ ജീവിതം, ആ നാടിന്റെ അന്തരീക്ഷം ഒരു ജനപ്രതിനിധി നേരിട്ട് ഇടപെട്ട് തകർക്കുന്ന കാഴ്ചയാണ് അവിടെ കണ്ടത്. പാർട്ടിക്ക് സ്വാധീനമുണ്ടായ മേഖലകളിൽ ഷാഫി ഷോ നടത്തുന്നു. ആ ഷോ വോട്ടായി പോകുമോ എന്നുള്ള ആശങ്ക, അത് ഒരു സംഘർഷത്തിലേക്ക് പല ഘട്ടങ്ങളിലായി നീങ്ങുന്നു. തെരഞ്ഞെടുപ്പ് ഘട്ടം മുതൽ നമ്മൾ കണ്ടാണ്. തിരിച്ചെത്താം.